സീരിയൽ അഭിനയിക്കാനോ ഒരുപക്ഷെ ഭാസി പോലും ഈ വേദിയിലൂടെ ഇറങ്ങി തിരിക്കുമ്പോൾ മനസ്സിന്റെ വിദൂരതയിൽ പോലും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു നടനാവുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പറയാനുണ്ടാകുന്ന ഉത്തരം ഇതിനോടൊപ്പം വല്ലാത്തൊരു അഭിനിവേശം, ഒരാഗ്രഹമാണ്. സിനിമയിൽ എത്തിച്ചേരുക, നമ്മുടെ മുഖം, നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ അഭിനയം, ഇതിലൊന്നും മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുന്നതിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും സിനിമയിൽ അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ രചന വൈഭവത്തെ അംഗീകരിക്കപ്പെടുന്നു, സംവിധായകനും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് സാധ്യമാകുക എന്ന് പറയുന്ന വളരെ പുഷ്കരം പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു സാധനം പെർഫോം ചെയ്ത് ഇത് അവിടെ ഇരിക്കുന്ന ജഡ്ജിങ് പാനൽ ഇഷ്ടപ്പെട്ട് അവരുടെ എല്ലാ തർക്കങ്ങൾക്കും ഒടുവിൽ ഒരാൾക്ക് ഒരു അവാർഡ് സമ്മാനിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് നൂലാമാലകൾ തീർന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. അവിടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ ഈ പ്രതിസന്ധി എന്ന് ബോധപൂർവ്വം ചേർത്തൊരു വാക്കാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ്, ഒരു 3 വർഷം മുൻപാണ് എനിക്ക് തോന്നുന്നു, നാഷണൽ അവാർഡ് കിട്ടുന്നതിന് വേണ്ടി നാഷണൽ അവാർഡ് ജൂറി കുറെ സിനിമകൾ കണ്ടതിന് ശേഷം സിനിമ അവാർഡ്, നാഷണൽ അവാർഡ് വേണ്ടി അവിടെ അവരുടെ ഇവാലുവേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ആലപ്പുഴക്കാരനായ ഫഹദ് ഫാസിലാണ് ഏറ്റവും നല്ല നടൻ എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് ഇടയായി. അദ്ദേഹത്തിന്റെ വർണ്ണമാണോ, അദ്ദേഹത്തിന്റെ ജാതിയാണോ, അദ്ദേഹത്തിന്റെ മതമാണോ, അദ്ദേഹത്തിന്റെ എന്താണ് അതിനകത്ത് വേദനയായി നൽകിയ ഒഴുക്കം ഈ അവാർഡ് ഫംഗ്ഷൻ മൊത്തത്തിലുള്ളതായി. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ശീലിച്ചതുള്ള പോലെ പ്രസിഡന്റ് വന്നിട്ട് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ പ്രസിഡന്റ് പോലും വരില്ല എന്ന് പറയുകയും അന്നത്തെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി വന്നിട്ട് അവാർഡ് കൊടുക്കാൻ തയ്യാറാവുകയും ആ അവാർഡ് നമുക്ക് വേണ്ട എന്ന് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ ഫക്ട് പറഞ്ഞിട്ട് പോയിരിച്ച് നമ്മുടെ ചടങ്ങുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കലാകാരന്റെ മനസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ, അവന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, അവന്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എന്താണെന്ന് മനസ്സിലാക്കാതെ ഭരണകൂടം ഭ്രാന്തമായിട്ട് പെരുമാറുമ്പോൾ ഇതിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു ഭരണകൂടത്തിന്റെ, ഒരു അധികാര വർഗത്തിന്റെ അംഗീകാരം നേടിയെടുക്കുക, അതൊരു സാധാരണക്കാരനായ വാസിയുടെ പ്രകടനങ്ങൾ നമ്മൾ പലപ്പോഴും ചാനലിൽ കണ്ടിട്ടുള്ള, അതിനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള, സന്തോഷിപ്പിച്ചിട്ടുള്ള. ഞാൻ പലപ്പോഴും എന്നോട് അഭിനയിക്കാൻ ഒരു വേഷം പലരും ഓഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരക്കഥ, വളരെ സ്വാതന്ത്ര്യമുള്ള തിരക്കഥകളൊക്കെ ഞാൻ പോയി കഥ കൊണ്ട് നമ്മൾ ഈ കഥാപാത്രം ഒന്ന് മാറ്റി മറ്റേ കഥാപാത്രമാക്കി തരാനുണ്ട്. അപ്പോ ഇവരൊക്കെ ചെയ്തു വെക്കുന്ന, ഞാൻ സത്യത്തിൽ പലരോടും ചോദിക്കും, ഏതൊരു കോമിക്കൽ ക്യാരക്ടർ ചെയ്താൽ ആഗ്രഹമുണ്ട്. കാരണം ജീവിതത്തിൽ ആൾക്കാരോട് ദേഷ്യപ്പെടാൻ അതുകൊണ്ടൊക്കെ വളരെ മടി കാണിക്കുന്ന ഒരാളാണ്, വഴക്കിടാനും വളരെ മടി കാണിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് സിനിമയിൽ കിട്ടിയിരുന്ന മൊത്തത്തിൽ വില്ലൻ പരിവേഷകനാണ്. ഇത് എനിക്ക് പോലും അറിയണം, എന്തിൽ എവിടെ കിടക്കുന്നു ഇതെന്നെനിക്ക് അറിയില്ല. നമ്മൾ പഠിക്കുന്നു, പറയുന്നു, പെർഫോം ചെയ്യുന്നു, അത് നല്ലതാണോ ചെയ്തിയാണോ ഇന്നുവരെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ എനിക്ക് എന്റെ ബോധ്യമായ മനസ്സ് തയ്യാറായിട്ടില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ആ സ്ക്രിപ്റ്റിനോട് നീതി പുലർത്തി ഡയറക്ടർ ആക്ഷൻ കേട്ട് പറയുന്നതിന് ഇടയ്ക്കുള്ള ആ സമയത്ത് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്ത് തീർന്നു പോകുന്നു. പക്ഷെ അതിനപ്പുറത്തോട്ട് പോയിട്ട് ഒരുപാട് പേരുടെ അംഗീകാരങ്ങൾ, കാരണം നമ്മൾ എത്ര മോശമായിട്ട് ഞാൻ ഇന്ന് പ്രസംഗിച്ചിറങ്ങിയാൽ, ഇനി എത്ര മോശമായിട്ട് ഞാൻ പ്രസംഗിച്ചാലും ഒരു കേർട്ടസിയുടെ പേരിൽ, ഒരു മര്യാദയുടെ അവധിക്കുന്ന ആൾക്കാർ നന്നായിട്ട് സംസാരിച്ചു, എത്ര പോറായിട്ട് സംസാരിച്ചതെന്ന് പറയും. വേറൊന്നുമല്ല, അദ്ദേഹം സമാധാനമായിട്ട് വീട്ടിൽ നോക്കിയിട്ട് പോകില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരുപാട് പേര് ചേർന്നിരുന്നത് നമ്മുടെ കുറ്റങ്ങൾ മാത്രം കാണാൻ പലപ്പോഴും നമ്മൾ ഇവരെ ഈ ഭാസ്കരൻ അവതരിപ്പിച്ചുള്ള കോമഡി സ്റ്റാർട്ട് ഞാൻ എന്റെ ജഡ്ജായിട്ട് പോയി പലപ്പോഴും ഇരുന്നിട്ടുള്ള ഈ ജഡ്ജിമാരുടെ ജോലി എന്തുവാ? സത്യത്തിൽ ജഡ്ജ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക, അതിന് നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയാനുള്ളത്. പക്ഷെ ജഡ്ജ് അഭിപ്രായം അവിടെ ഇരുന്നാൽ മുഖ്യമായിട്ട് ചെയ്യുന്ന ജോലി എന്താ? ഇവരുടെ കുറവുകൾ കണ്ടുപിടിക്കുക. എന്താ പറയാ, പാട്ടുകാരുടെ പരിപാടികളും ജഡ്ജസും പോയിരിക്കുമ്പോ ഇപ്പൊ അതിന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സാമൂഹിക അവസ്ഥയിലും വ്യത്യാസം വന്നപ്പോ ഈ ജഡ്ജിമാരുടെ കമന്റുകളിൽ കുറെ വ്യത്യാസങ്ങൾ വന്നു. എങ്കിൽ പോലും അവിടെ പലപ്പോഴും തെറ്റുകൾ മാത്രം കാണാനിരിക്കുന്നവരാണ്. അപ്പൊ ഒരു അവാർഡ് ജൂറി ഇരിക്കുമ്പോ അവര് ഇതിനകത്ത് എന്തൊക്കെ പഴുതുകൾ കണ്ടുപിടിക്കാമെന്ന് ഓർത്തിരിക്കും. ആ പഴുതുകളെല്ലാം മാറ്റി മാറ്റിക്കൊണ്ട് അവരുടെയൊക്കെ മനസ്സിനെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർ ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് അവർക്കൊരു ബഹുമാനം. ആ ബഹുമാനമാണ് അവാർഡായിട്ട്. അപ്പൊ ഒരുപാട് ബഹുമാനം. കാരണം ഇത് അത്ര എളുപ്പമായിട്ട് കിട്ടുന്നതല്ല. നമുക്ക് ഒരുപാട് അവാർഡുകൾ, ഈ ഓർഗനൈസേഷൻസിന്റെ അവാർഡുകൾ ഒരുപാട് നമുക്ക് കിട്ടുന്നതാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആഗ്രഹമുള്ള ഒരു സാധനമാണ്. അതിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ
മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഒതുങ്ങിയത് കൊണ്ടാണ് ചർച്ചകളൊക്കെ കുറെ പോയത്. എങ്കിലും എൻ്റെ ജീവിത യാത്രയുടെ വഴികളിൽ ഞാൻ കണ്ടത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ്. അവിടെ ഭക്ഷണം കിട്ടുമെന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ കൂടെ അവിടെ ആക്കി. അത് വീടിനടുത്ത്. അങ്ങനെ ട്യൂഷന് പോകാനോ പഠിക്കാനോ ഒന്നിനും ഒരു കഴിയില്ലാതെ ഒരു നല്ല മണ്ണാണ് പള്ളുരുത്തി മണ്ണ്. നിരവധി കലാകാരന്മാരെ കൊണ്ട് സമ്പന്നമായ മണ്ണ്. മിമിക്രി എന്ന മിമിക്സ് പരേഡ് ആകുന്നതിന് മുമ്പ് രണ്ടുപേരും ചേർന്ന മത്സരത്തിൽ സാക്ഷ്യം വഹിച്ച മണ്ണ്. അത് കഴിഞ്ഞിട്ടാണ് മിമിക്സ് പരേഡ് എന്നൊരു കല വീണ്ടും അവിടെ 52 കഴിഞ്ഞിട്ട് ഉയർന്നു പോകുന്നത്. അതും എന്ന മണ്ണ്. ഗാനകേന്ദ്രങ്ങളടക്കം ഇന്ന് ജീവിച്ചിരുന്നതിൽ ബഹുമുഖ പ്രതിഭയായ അർജുന മാഷ് അടക്കമുള്ള നിരവധി കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത ഒരു കൊച്ചി ആ സ്ഥലത്ത് തന്നെയാണ്. നിരവധി കലാകാരന്മാർ വന്നുപോയൊരു മണ്ണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു പഠിക്കാനും കേട്ട് പഠിക്കാനും അവസരമില്ലാതിരുന്നത് കൊണ്ട് അച്ഛനമ്മയും പറഞ്ഞു ഇവരെയൊക്കെ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിടാമകൻ സദാനന്ദ സാറിനെയും ഈ സാംബശിവനെയും കലാലയം ജി റാവുവിനെയും ഇടവാ ബഷീറിനെയും സിദ്ദീഖിനെയും ലാലേട്ടനെയും പ്രസാദിനെയും പടിസാറിനെയും അടക്കമുള്ള നിരവധി ആളുകളുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ അവരുടെ വഴിത്താരങ്ങളിലൂടെ നമുക്ക് കടന്നു വരാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കേണ്ടതില്ല. എൻ്റെ പേരുടെ കൂടെ ആ വാക്കും ഇല്ല. നാട്ടിൽ വളർന്നതുകൊണ്ട് നാടാണ് കൂട്ട്. അതുകൊണ്ട് സ്ഥലം പള്ളുരുത്തി ആയി. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അങ്ങനെ ബുദ്ധിമുട്ട് വളരെ വലുതായതുകൊണ്ട് ഞാൻ വന്ന വഴികളിലൂടെ കുറെ അധികം പേര് കൂടി കടന്നു വന്നു. അതിന് പൈക്കത്തെ ഒരു ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പുണ്ട്. സലീമാണ് അല്ലേ? സലീമാണ് ഞാൻ പോണം. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ പഠിപ്പിക്കാൻ ചെയ്യുമ്പോൾ അന്ന് എല്ലാം കാര്യമുണ്ട്. അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. ചിരിക്കും അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. ചിരിയുടെ തമ്പുരാൻ എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് പ്രിയങ്കരനായ ആരാധനായ നമ്മുടെ ശ്രേഷ്ഠനായിട്ടുള്ള അടൂർ മലയാളത്തിൽ നമ്മൾ ചിരിയുടെ തമ്പുരാൻ പറയാം. അദ്ദേഹം എപ്പോഴും പറയാവുന്ന ഭാഷകളുണ്ട്. കലയ്ക്ക് എപ്പോഴും രാഷ്ട്രീയം ഉണ്ടാവുന്നത്. കലാകാരൻ രാഷ്ട്രീയമുള്ളവരാവണം. അങ്ങനെ രാഷ്ട്രീയം ഉണ്ടായെന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ആരെങ്കിലും ചാമ്പ്യൻഷിപ്പിൽ ഒരിക്കലൊരു വാക്യം പാടുന്നത് പോകുന്നത് ഒരു വായിച്ചു ഗാന്ധിയെ കണ്ടുള്ള ചാമ്പ്യൻഷിപ്പിൽ ഏറെയാണെന്ന് പത്രക്കാരോട് പറയുകയാണ്. ഇദ്ദേഹമാണ് ഏറ്റവും നല്ല നാമൻ. ആരാധന ഗാന്ധിയെ എഴുതിയെടുക്കാനുള്ള ഭാഗ്യം കൊണ്ടുണ്ടായി. അത് ഉൾപ്പെടുത്താനും പോവുകയാണ്. അപ്പൊ അങ്ങനെ ചിരത്തറയുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ കലാജീവിതം വളർന്നു വന്നത്. അതിനുശേഷം പിന്നീടാണ് പ്രസാദിയുടെ കൂടെ ആദ്യമായിട്ടൊരു ചാനലിൽ ഞാൻ എൻ്റെ കലാകാരിയുടെ പ്രസാദിയുടെ പ്രോഗ്രാമിലൂടെ കൈരളിയുടെ കോമഡി മ്യൂസിക്കിൻ്റെ ഗാനം. അങ്ങനെ എന്നെപ്പോലൊരു സാധാരണക്കാരൻ കലാകാരൻ വളർന്നത് വഴി ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ കഷ്ടപ്പാടുകൾ അതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രസാദം കണ്ട് പ്രോഗ്രാമിൽ പോയപ്പോൾ ഞങ്ങളുടെ ചേട്ടന്മാർ പറയും ഇവന്മാർ രണ്ടുപേരും മാറ്റി കയറ്റി പറ്റുന്ന പണിക്ക് പോകും. കാരണം പണിക്ക് പോകാതെ പരിപാടികളിൽ നടക്കുന്ന ആൾക്കാർ ഒരു ദൈവത്തിൻ്റെ അടുത്ത് ഞങ്ങളെന്നെ പറയുന്നത്. അപ്പം അത് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടുകളിലേക്ക് വന്നിട്ട് ആണ് നമ്മൾ ചെറുതായിട്ടാണെങ്കിലും ഒരു ചാനലിലേക്ക് ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തു തുടങ്ങി അവസാനം ഇങ്ങനെ അവാർഡ് വരെ എത്തി. ഒരുപാട് സന്തോഷം. അവാർഡ് കിട്ടിയതിലാണ് നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ തന്ന സപ്പോർട്ടും എൻ്റെ കൂടെ സ്കിറ്റുകൾ നോക്കിയും അങ്ങനെ എന്നോട് സപ്പോർട്ട് ചെയ്യുന്നു ഒക്കെ ചെയ്തത് നിങ്ങൾ തന്നെയാണ് എൻ്റെ എന്താ പറയുക അടിത്തറയെന്ന് പറയുന്നത്. ഏതായാലും ഇത്രയും പ്രൗഢ ഗംഭീരമായ സരസ്വതിക്ക് എന്നെ അനുമോദിച്ചതിന് ഞാൻ സ്നേഹവും നന്ദി മനസ്സിൽ സൂക്ഷിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം തന്നെയും. ബർത്ത്ഡേ കിട്ടുന്നവരാണ് ഇത് പറഞ്ഞ സമയങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരാണ് കളക്ടറും ജീവിതത്തിൻ്റെ കല്യാണത്തിൽ വന്നാണ് ഞങ്ങളിങ്ങനെ വന്നിട്ട് ഈ വിട്ടുപോയാലും ഈ കമ്പാർട്ട്മെൻറ്റ് കയറി അടുത്ത സ്റ്റേഷൻ നിങ്ങൾ മാറ്റിക്കൊള്ളാൻ പറ്റും. പുള്ളി 50 രൂപ അടുത്തില്ല. പിന്നെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം ടിക്കറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഏൽപ്പിച്ചാൽ ഓരോരുത്തരും ഇവിടെ ഇന്ത്യ വിടുന്നില്ല. ഇത് കുറേ ഇവിടെ പോലീസ് സ്വഭാവം എടുക്കാൻ കുറേ ടൈം കൊണ്ട് കണ്ടുപിടിക്കില്ല. അവസാന കാലത്ത് സാർ ഒരു പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ അടുത്ത് ആ സാധനം തൂക്കി ഞങ്ങൾ കഴിഞ്ഞു. പിന്നെ അവസരമെന്നല്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾ എഴുതിക്കൊള്ളാം എന്നൊരു പുള്ളി ഉപയോഗിച്ചു. പുള്ളി എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ പോലീസുകാരുന്നത്.
എന്നെ നിലച്ചുകൂടി തീരെ പോയതിലും കൂടുതൽ സംശയമായിരുന്നു. അപ്പൊ എനിക്കും ചിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം. ബഹുമാന്യരെ എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത്രയും ഒരു സ്വീകരണ പരിപാടി അതിൽ പങ്കെടുക്കുവാൻ എത്തിയ നിങ്ങൾ എന്തായാലും കൈയടി വാങ്ങേണ്ടവരാണ്. പേരിലിരിക്കുന്നവരെല്ലാം തന്നെ നിങ്ങളോട് ബഹുമാനം അറിയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചെറിയ അർത്ഥം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആയിന്ന് പറഞ്ഞു, ഒന്നും ആയിട്ടില്ല. ബാസി തുടങ്ങാൻ പോകുന്നവരോട് ചെയ്യുക. ഇനിയാണ് ബാസികൾ തുടങ്ങാൻ വലിയൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ആ നെഗറ്റീവിനെ, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവിനെ കൂടുതൽ പരിപോഷിപ്പിക്കാനുള്ള ഒരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടാൽ നമ്മൾ സെൽഫി ആയിക്കോട്ടെ, സെൽഫി എന്നത് തന്നെയാണ് നമ്മൾ സെൽഫിയായി മാറി നമ്മളിലേക്ക് ചുരുങ്ങി. നമ്മൾ അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ സമൂഹം എന്നതിനേക്കാൾ, ഒരു കൂട്ടം എന്നതിനേക്കാൾ ഒരാളിലേക്ക് ചുരുങ്ങുകയാണ് നമ്മൾ. എത്ര സെൽഫികൾ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ സെൽഫി എടുത്ത് സെൽഫിയുടെ താഴെ നമ്മൾ കമന്റുകൾ ഇട്ട് വരുമ്പോൾ ഒരു 3, 4, 5 കമന്റ് കഴിയുമ്പോൾ 6ാമത്തെ ആൾ ചിലപ്പോൾ എഴുതുന്നത് കണ്ണ് കണ്ടോ അയാളുടെ കള്ളു കുടിച്ചതുപോലുണ്ട് എന്നായിരിക്കും 6ാമത്തെ കമന്റ്. അതൊരു നെഗറ്റീവ് കമന്റ് ആയിരിക്കും. അതിന് മുൻപിലുള്ള 5 കമന്റ് പോസിറ്റീവ് ആയിരിക്കും. ഈ 6ാമത്തെ കമന്റിന് ശേഷം വരുന്ന കമന്റുകൾ വായിച്ചു നോക്കിയാൽ മതി. എല്ലാവരും ഈ 6ാമത്തെ കമന്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബാക്കി വരിക. കാരണം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവുകളാണ് ഇപ്പോ ഈ പറയുന്ന പുസ്തകത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മളിലെ നെഗറ്റീവുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അത് ഈ സെൽഫിയുടെ കാലമായതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ കാലത്താണ് നമ്മൾ ചേർത്തലയിലെ കുറച്ച് കലാകാരന്മാർ ചേർന്ന് ഒരു വിളക്കിന്റെ പ്രകാശമായിക്കോട്ടെ, സൂര്യന്റെ പ്രകാശമായിക്കോട്ടെ, മിന്നാമിനിങ് ആയിക്കോട്ടെ, ഒരു പ്രകാശം എന്നത് അല്ലെങ്കിൽ ഒരു വെളിച്ചം എന്നത് നമ്മൾ നന്മയുടെ, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ വെളിച്ചം ഇന്നിവിടെ തിരിതെളിച്ചു എന്നാണ് എനിക്ക് ഭാഷയുടെ ആദരവിനേക്കാൾ കൂടുതൽ ഈ ചടങ്ങിനെ സന്തോഷമായിട്ടുള്ളത്. ഇത് നമ്മൾ തുടരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഭാസി വ്യവസായം പറഞ്ഞ തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ സിനിമയിൽ ചാൻസ് കൊടുത്തില്ല. ഞാൻ 3 സിനിമയാണ് എഴുതിയത്. മോഹൻലാൽ എന്നത് എന്റെ ആദ്യ സിനിമയായിരുന്നു. അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചാൻസ് കൊടുക്കാനൊന്നും പറ്റി. രണ്ടാമത് ഈശോ കോവിഡ് കാലത്ത് ചെയ്ത സിനിമയാണ്. അത് സോണിയിലേക്ക് കണ്ടിട്ടുള്ളവരുണ്ടാകും. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമയാണ്. ഇപ്പോൾ ഇനി ഓഗസ്റ്റ് 9 റിലീസാവുന്ന സിദ്ദിഖ് സാറ്, മരിച്ചുപോയ സിദ്ദിഖ് സാർ ഏറ്റവും അവസാനം നിർമ്മിച്ച സിനിമകളിൽ ഒന്നാണ് പൊറാട്ട നാടകം. അത് കാസർഗോഡ് പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയായിരുന്നു. ഞാനത്